എന്റെ ദൈവമേ, എന്റെ മുതലാളിയുടെ കള്ള് ചളിച്ച് പൊളിച്ച് വളിച്ച് അത് വിനാഗിരി ആയാലും എന്റെ കപ്പയും മീനും ഇവിടെ നിന്ന് ചെലവായി പോണേ. അതാണ് ഈ കറിരായന്റെ ഒരേ ഒരു ആഗ്രഹം. കാരണം ഒന്നും ദൈവമേ, ഈ രാജന് ഈ ഷാപ്പിലൊരു വിലയുമില്ല. ഇവിടെ ഒരു 50 കുപ്പി കള്ളു കൊണ്ടുവരും, ഞാനത് 150 കുപ്പിയായി കൊടുക്കും വെള്ളം ചേർത്ത്. എന്നിട്ട് എനിക്കൊരു വിലയില്ല. ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പണി ചെയ്യുന്നു, അത് ഒരു പട്ടിയെ പോലെ. ഇമ്മി, നിന്റെ കാര്യമല്ല എന്റെ കാര്യമാണ് ഞാൻ ദൈവത്തിനോട് പറയണത്, കേട്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, അവസാനമായിട്ടൊരു കാര്യം പറയാം. എനിക്കൊരു മോനുണ്ട്, ഒരു ജോലിക്കും പോകാതെ 24 മണിക്കൂർ സിനിമാറ്റിക് ഡാൻസ് എന്നും പറഞ്ഞ് നടക്കുക. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പിന്നെ ഒരു 8ന്റെ പണി അവൻ കറക്കി തിരിച്ച് എന്റെ മേലോട്ട് കൊണ്ട് വരുന്നുണ്ട്. അതെന്റെ പടലിക്ക് വീഴാതെ നീ ഒന്ന് നോക്കണം. പൊന്ന് ദൈവമേ. എന്തോന്നടാ? എന്തോന്ന്? മുളക് കേറി കടിച്ചങ്ങോട്ട് കൊണ്ട് ഇറങ്ങടാ, ഷാപ്പിൽ നിന്ന് ഇറങ്ങടാ. നേട്ടോ പലതവണ പറഞ്ഞിട്ട് ഷാപ്പിൽ കയറി ഇറങ്ങല്ലെന്നു. എന്റെ അച്ഛന്റെ മോനാണ് ഈ നിൽക്കുന്നത്. എന്റെ അച്ഛനാണ്. അറിയാലോ, അറിയാം. എന്നിട്ട് ഈ അച്ഛനോട് നിനക്ക് എന്തെങ്കിലും സ്നേഹം ഉണ്ടോടാ? സൂര്യനായി തഴുകി ഉറക്കമുറത്തുമൻ അച്ഛനെയാണിഷ്ടം. എന്നിട്ട് എന്റെ അടുത്തല്ല ഇഷ്ടം, ഏതോ അച്ഛനെയെന്ന്. ഇടാ, നീ ഇവിടെ ചുറ്റിപ്പറ്റുന്നത് നമ്മുടെ മുതലാളിയുടെ മോളെ നീ തമ്മിൽ എന്താ ബന്ധം? എനിക്ക് പ്രണയമാണ്. ഏത് ബാങ്കില് പണയമാണെന്ന് പറഞ്ഞു? പ്രണയമെന്നാ ഞാൻ പ്രണയോ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എനിക്ക് അവളെ കെട്ടിച്ചു തന്നെ. ആരെ? അവളാ മുഖേണ്ട മോള. മഞ്ജു പീപ്പി വേണം, മഞ്ജു പീപ്പി വേണം, മഞ്ജു പീപ്പി. ശിവരാത്രി അവിടെ അച്ഛൻ മേടിച്ചു തരാം. എന്ത് മഞ്ജും പീപ്പിയും? ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ മഞ്ജു പീപ്പി, അതായത് ഞാൻ കെട്ടാൻ പോകുന്ന മുതലാളിയുടെ മോളാണ് ഞാൻ പറഞ്ഞത്. എടാ, ഇത് മുതലാളി അറിഞ്ഞാൽ എന്നെയും നിന്നെയും കൂടെ വെട്ടി ഇവിടെ കറിയാക്കും, അറിയാവോ? എന്തൊക്കെ പ്രശ്നങ്ങളും വേണ്ടിയില്ല, എനിക്ക് അവളെ വേണം. എടാ, എന്നാലും നീ ആ പെൺകൊച്ചിനെ എങ്ങനെ എവിടെ വെച്ചാടാ ഇങ്ങനെ വച്ച് താക്കിയത്? അതൊരു വലിയ കഥയാണ്. ചുരുക്കി പറഞ്ഞാൽ മതി. ചുരുക്കി പറയട്ടെ. അതായത് എറണാകുളം ടൗൺ ജെട്ടി. അത് ഇടത്തില്ലല്ലോ. അതല്ലെന്ന്, ജെട്ടിയിൽ വെച്ച് എറണാകുളം മേനക ജെട്ടി വെച്ചാണ് ഞങ്ങൾ തമ്മി അതൊന്നും കണ്ടുമുട്ടിയത്. പിന്നെ അച്ഛൻ അവളെ എന്റെ മുഖത്ത് നോക്കി പറയണേ, ചേട്ടനെ കാണാൻ ഷാരൂഖ് ഖാന്റെ ലുക്കാന്ന്. ആരാ? ഷാരൂഖ് ഖാൻ. ഷാറൂഖ് ഖാനെ പ്രസവിച്ച് കൈ തന്നിട്ട് അങ്ങ് പോയല്ലോടി നീ. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞാലും ഒരാൾ മാത്രമേ കാര്യം അറിയല്ലേ. ആരാ? ഷാറൂഖ് ഖാൻ. ബോംബെന്ന് ആട്ടോ വിളിച്ചു വന്ന് തല്ലും. ഈ വയസ്സാകാലത്ത് എനിക്ക് ഹിന്ദിക്കാരന്മാർ അടികൊള്ളാൻ വയ്യ. അച്ഛനൊരു കാര്യം ആദ്യം ഞാൻ പറയണ കൃത്യമായിട്ട് കേക്ക്. ഞാൻ പറയട്ടെ. അതായത് ഞാൻ അവളെ കെട്ടിക്കഴിഞ്ഞാൽ അച്ഛനാരാ? ആരാ? അച്ഛനല്ലേ ഇതിന്റെ മുതലാളി. ഓടാ ഓടാ. സ്ഥാനം കയറുന്നുണ്ട്. ഓക്കെ അല്ലേ? അതല്ല, ഞാൻ മുതലാളി എന്റെ മുതലാളി ചെയ്യും. അവനെ ഇവിടത്തെ കറുകപ്പുകാരനാ. അത് പറ്റൂല. എന്റെ അച്ഛനെ കൊണ്ട് ഇങ്ങനെ സവോള അരിപ്പിച്ച പോലെ അവനെ കൊണ്ട് ഞാൻ അങ്ങനെ അരിപ്പിക്കും. ശരിയാവത്തില്ല. പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നാട്ടിലറിയപ്പെടുന്ന മിമ്മിയോ. മിമ്മിയാ? മിമ്മിനി. മിമ്മിണിയാ? ഈ കാശൊക്കെ കുറെ ജന്മി. അതാകും ഞാൻ. പിന്നെ എനിക്ക് ഇവിടെ നീണ്ടു നിവർന്ന് നടക്കാം. മനസ്സിലായില്ലേ? എന്ത് പ്രശ്നമായാലും വേണ്ടില്ല, എനിക്ക് അവളെ കെട്ടിച്ചു തരണം. ദൈവമേ, ഇത് അടികൊള്ളും. എനിക്കും നിനക്കും അടികൊള്ളും, അത് ഉറപ്പാണ്. അച്ഛൻ ധൈര്യത്തോടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കട്ടക്ക് നിൽക്കണം. തല്ലായാലും വഴക്കായാലും അച്ഛൻ എന്റെ ഒപ്പം നിൽക്കണം. ഇവിടെ വേഷ മേടിച്ച് തരും. ഇതിന് ഊരേ പറ്റുള്ളൂ. മോനെ, എന്താ? ഞാൻ നിന്റെ അടുത്ത് തുണിയില്ലാത്ത ഒരു സത്യം പറയാം. തുണിയില്ലാത്തതാ? നഗ്ന സത്യോടാ. അങ്ങനെ പറ. നീ എന്റെ മോനല്ല. അച്ഛാ, നീ എന്റെ മോനല്ല. പിന്നെ ഞാൻ ആരുടെ മോന്? ഒരു പാതിരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ഒരു കൊച്ചു പയ്യൻ മടിയെ നനങ്ങിക്കണം കണ്ടത്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, മക്കളെ നീ ആരാണ്, നിനക്ക് എന്ത് വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അമ്മയെ വേണമെന്ന്. നൈസായിട്ട് രാജമാണിക്യത്തിലെ കഥ പറഞ്ഞ് അടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ നടക്കില്ല അച്ഛാ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് കീറും. ഉറപ്പിച്ച് എന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ. അച്ഛൻ എന്റെ ഒപ്പമല്ല നിൽക്കണത്. അച്ഛാ, നമ്മൾ മുതലാളി ഷാപ്പ്. ഒരു കാര്യം ഉച്ചയ്ക്ക് വല്ലതും ഞമ്മണോ? അകത്തേക്ക് മീനിരിപ്പുണ്ട്, അത് കണ്ടിച്ച് വെക്കാൻ നോക്ക്. അയ്യോ, ചെതമ്പിലാവും അച്ഛന്റെ പേത്ത്. പിന്നെ ഈ ദേഹത്ത് സ്വർണ്ണ ബിസ്കല്ലേ ഒട്ടിച്ച് വെച്ചേക്കണം. ഓടാ, ക്ലീൻ ചെയ്യാൻ നോക്കടാ. എന്താണ് കാണിക്കണത്? ഒന്ന് തള്ളി വിട്ട് തന്നാ പോയെ. ഓടാ മോനെ അങ്ങോട്ട്. എന്റെ ദൈവമേ, ഇതെങ്ങാനും ആ മുതലാളി അറിഞ്ഞ എന്നെ ഈ ഷാപ്പിൽ വെട്ടി കറിയാക്കി നാട് മൊത്തം അങ്ങേര് വിളമ്പു. ഈശ്വരാ, ഇത് മുതലാളി അറിയല്ലേ.
ഹലോ ഹലോ പറ. മുതലാളി എവിടേക്കുന്ന്? ഞാൻ ഷാപ്പിൽ നിൽക്കുന്നു. അയ്യോ മുതലാളി, നമ്മുടെ 14 ഷാപ്പ് പിടിക്കുന്ന കാര്യം എന്തോ എത്തി? എടാ നമ്മുടെ 14 ഷാപ്പിന് നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് പറഞ്ഞാൽ മതി. ഓട്ടോയിലല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയതാണ്. ഞാൻ നമ്മുടെ പിള്ളേരുടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്റെ സെറ്റ് ഇപ്പൊ ഓഫാകും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, എന്റെ മറ്റേ സെറ്റ് വിളിച്ചാൽ മതി. ആ നമ്പർ നോട്ട് ചെയ്തെടുത്തോ. പറഞ്ഞോ. 99999. ഫാൻസി നമ്പറാണോ? അല്ല 9 ടൈപ്പ് ചെയ്യാൻ 998 8 46 വിളിക്കണ്ട, വന്ന് കണ്ടാ മതി. ഞാൻ ഇപ്പൊ മുതലാളിയുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. ഞാൻ കേട്ടായിരുന്നു ബ്ലുമെന്നൊരു സൗണ്ട് നിന്റെ നാക്ക് വായിലോട്ട് വീണത്. എന്റെ നാക്കാന്നിട്ട് അല്ല, തൊട്ടിയല്ല എന്റെ വായിലോട്ടിട്ട് ബുൾമെന്ന് കേൾക്കാൻ വേണ്ടിട്ട് കേട്ടാ. എനിക്ക് നിന്നോട് ഒരു 5 മിനിറ്റ് എനിക്ക് നിന്നോട് സംസാരിക്കണം. എങ്ങനെ മുതലാളി? എനിക്ക് നിന്നോടൊരു 5 മിനിറ്റ് സംസാരിക്കണം. അളിയാ, നാളത്തെ കല്യാണത്തിന് ഞാൻ വരുന്നില്ല, മറുവീട് കാണാൻ വരാം. എന്റെ മുതലാളിക്ക് 5 മിനിറ്റ് സംസാരിക്കണമെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? മുതലാളി 5 മിനിറ്റ് എന്റെ 1.5 മണിക്കൂറല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ മൂക്ക് കുഴപ്പം. അതേതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിച്ചാൽ മതി. എന്ത്? അല്ല, മൂക്കിന് കുഴപ്പമാണെന്ന് പറഞ്ഞു. മൂക്കിന് കുഴപ്പമെന്നല്ല പറഞ്ഞത്, എന്റെ മൂക്കൊരു കുഴപ്പം. എന്തോന്ന് കുഴപ്പം? എന്റെ മൂക്ക് പ്രസവിച്ചാ? അല്ലെന്ന്, എന്റെ മൂക്കൊരുത്തനായിട്ട് പ്രണയം. ആരുമായിട്ട്? അവൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല ആരുമായിട്ടാണെന്ന്. അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യും കാലും പെട്ടി ഞാൻ ഈ കായൽ താത്തും. പാവം ചെറുക്കന്മാരായിരിക്കും മുതലാളി, എന്തിന് വെറുതെ കയ്യും കാലും ചാകാക്കണത്? അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അച്ഛന്റെ കയ്യും കാലും പെട്ടിയാണ് ദൂരെ കളയേണ്ടത്. എന്തിന്? വളർത്തു ദോഷം. പല ചെറുക്കന്മാരും കുട്ടിത്തിന് പാവപ്പെട്ട അവന്റെ അച്ഛൻ എന്ത് പഠിച്ചു മുതലാളി? അവന്റെ അച്ഛനല്ല, അവന്റെ തന്തയുടെ തന്ത എല്ലാത്തിനെ കാല് വെട്ടി കായലിൽ എന്തിനിങ്ങനെ എല്ലാവരെയും തന്തമാരെ കാല് വിട്ടണം? ഒന്നും ആ തന്തയ്ക്ക് BP ഉള്ളതായിരിക്കും. അവന് എന്തൊക്കെ BP ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് മുതലാളി ഊതാൻ പറയണം അവൻ. എന്റെ പിള്ളേരിപ്പൊ എനിക്ക് വാട്സാപ്പിൽ അത് തന്നെ ഫോട്ടോ ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും, കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലേ എന്റെ വിധന്മാറും ഈ കായലിൽ താത്തും. നോക്കിക്കോ. എടാ, അങ്ങനെ അവർ ഗുണ്ടുകളൊക്കെ വിളിച്ചൊന്ന് കയറി താക്കാൻ വേണ്ടിട്ട്. ആരെ? നമ്മളെ രണ്ടുപേരും. അച്ഛാ, എനിക്ക് ഇപ്പൊ നല്ല സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ കൂടെ വരും. അത് ഞാൻ പറഞ്ഞാൽ എവിടെ വരെ? അതല്ലെന്നതേ വന്ന് ഫോട്ടോ വന്നതേ. ഫോട്ടോ വന്ന് നോക്കിക്കേ. ഇത് ഇതെന്നാ JD ഗോപന്റെ ഫ്ലോട്ടായത്? എടാ ഇവന്റെ എടാ ഇവനെ അവനാണിത്. എടാ ഒരു കാര്യമുണ്ട്, എന്റെ വീട്ടിൽ കയറി കളിച്ചവരെ ഞാൻ വെറുതെ വിടത്തില്ല. മുതലാളി എന്തൊട്ടെങ്കിലും പറഞ്ഞു ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ആരെ പറഞ്ഞ് മനസ്സിലാക്കാൻ? എന്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്റെ പെണ്ണും പറഞ്ഞിരിക്കുന്നത് ഇവനല്ലാതെ വേറെ ആരെ കെട്ടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈടാ, നീ ആ കൊച്ചിനെ ഉപേക്ഷിക്കണം. എനിക്ക് അവളെ വേണം. അച്ഛൻ മുതലാളിയാണ്, അതുകൊണ്ട് എനിക്ക് അവളെ കെട്ടിയേ പറ്റുള്ളൂ. നിന്റെ വിട്ടല്ലേ, അവളെ കിട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്നാണ് പറയണത്. എന്റെ മോൻ ഇവൻ തൂങ്ങിച്ചാവുന്ന, അവളും പറഞ്ഞു തൂങ്ങിച്ചാവുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത്രയൊക്കെ സ്ഥിതിക്ക് ഞാൻ പറയാ, ഇവൻ ഇവൻ ആണാണെന്ന് എനിക്ക് അറിയണം. മുതലാളി വിളിച്ച് അങ്ങോട്ട് പോടാ. നീ എന്തിന്? ആധാർ കാർഡ് എടുത്ത് കൊറാ. ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു 10 വെച്ചാലോ? 10 വെക്കാനാ? 10 അല്ലത് 15 വെച്ചാലോ? ഇവിടെ കൊണ്ടു വെക്കാനാ? 15 ഞാൻ പറഞ്ഞ 15 വെക്കാൻ. അങ്ങനാണെങ്കിൽ ഈ ഇരിക്കുന്ന ഷാപ്പിലിരിക്കുന്ന ഈ മുഴുവൻ കള്ള് ഇവൻ എന്റെ കൂടെ കുടിക്കണം. കുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ കാട്ടി 1 ഗ്ലാസ് കള്ള് ഇവൻ കൂടുതൽ കുടിച്ചാ എന്റെ മകളെ ഇവനെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുക്കും. കുടിയടാ കള്ള് പോയി. ഞാൻ ഒരാഴ്ചയായിട്ട് കുടി നിർത്തിയിരിക്കുന്നു. പോയി കുടിക്കാൻ നോക്കണ കള്ള് അവൻ കുടിക്കും. മുതലാളി സംസാരിച്ചിരിക്കട്ടെ, കുടിക്കാൻ പറ. പ്രിയമുള്ളവരെ, വാശിയേറിയ കള്ളുകുടി മത്സരമാണ് ആരംഭിക്കുന്നത്. ആദ്യമായി കള്ളു കുടിക്കാൻ പോകുന്നു കറിരായന്റെ മോൻ സുപ്രി ബിജു. രണ്ടാമത് കള്ളു കുടിക്കുന്നു ഈ ഷാപ്പിന്റെ മുതലാളി പ്രഹ്ലാദൻ. അത് പറയാൻ നിങ്ങൾക്ക് ഒരു വിക്കൂല. മത്സരം ആരംഭിക്കുന്നു. കുടിച്ച് എന്നെ തോപ്പി കാണാമെങ്കിൽ കാണിച്ചാ എങ്ങനെയാണ് ഇവനെ കെട്ടിച്ചു കൊടുക്കും.
മുതലാളി മുതലാളി മത്സരം കഴിഞ്ഞ് മൽ 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 മൽ. എന്റെ മോൻ ജയിച്ച് അടങ്ങട എടാ അങ്ങേര് കള്ള് കുടിച്ച് ഫിറ്റായി കിടക്കണമെന്ന് പറയാം. ഈ കഞ്ഞിവെള്ളം കുടിച്ച നീ എന്താ ഇങ്ങനെ നാറുന്നത്? ഈ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് നീ എന്താണ് കിടന്ന് നാറുന്നതെന്ന്? കഞ്ഞിവെള്ളം എനിക്കറിയാം, നീ കള്ള് കുടി ശീലമില്ലെന്ന്. അതുകൊണ്ട് നിനക്ക് നല്ല കഞ്ഞിവെള്ളമല്ലേ? നിന്നെക്കാളും ഒരുപാട് ഓണം ഈ അച്ഛൻ കൂടുതലുണ്ടതാ. ഇതാ പറയുന്ന മൂത്തവർ ചൊല്ലും മൂന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. അയ്യോ